ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ രൂപയെ സംബന്ധിച്ചിടത്തോളം ഒരു സർവ്വകാല ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 90 രൂപ 56 പൈസ എന്ന് പറഞ്ഞൊരു നിരക്കാണ് നിലവിൽ ഇപ്പോൾ ഡോളറിനെതിരെയുള്ള ഒരു സർവ്വകാല ലോ ആയിട്ട് നിലവിൽ ഇപ്പോൾ രൂപ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസംബർ മാസത്തിലെ ഒരു ട്രേഡിംഗ് മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.15% ഒരു ഇടിവാണ് നിലവിലിപ്പോൾ രൂപയ്ക്ക് ഡോളറിനെതിരെ നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ US ഇന്ത്യ ട്രേഡ് നെഗോസിയേഷനൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കൂടാതെ വളരെ ഹെവി ആയിട്ടുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ തന്നെ സെല്ലിംഗ് ഒക്കെ തന്നെ നിലവിലിപ്പോൾ രൂപയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തന്നെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ സാധിച്ചത്. കൂടാതെ ഈ ഒരു വർഷത്തിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഇടിവ് തന്നെയാണ്. ഏകദേശം 5% മുകളിലുള്ളൊരു ഇടിവാണ് രൂപ നിലവിലിപ്പോൾ ഡോളറുമായിട്ട് അതായത് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു നിരക്ക് എന്ന് പറയുന്നത് മറ്റേതൊരു ഏഷ്യൻ കറൻസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും കുറഞ്ഞ ഒരു നിരക്കിലുള്ള അതായത് ഏറ്റവും വലിയ നിരക്കിലുള്ള ഒരു ഇടിവാണ് നിലവിലിപ്പോൾ രൂപയെ സംബന്ധിച്ചിടത്തോളം ഡോളറിനെതിരെ ഉണ്ടായിരിക്കുന്നത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ RBIയുടെ ഭാഗത്ത് നിന്നൊക്കെ പരിശോധിക്കുകയാണെങ്കിലും കാര്യമായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ നിലവിലിപ്പോൾ ഉണ്ടാകുന്നില്ല എന്നൊരു കാര്യമാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കൂടാതെ നിലവിലിപ്പോൾ എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിലും അവരിപ്പോൾ ഡോളേഴ്സൊക്കെ തന്നെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലിപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാഴ്ച കൂടി ഇപ്പോൾ കാണുന്നുണ്ട്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ രൂപയുടെ ഇടിവിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ US ഇന്ത്യ ട്രേഡ് ഡീൽ പരിശോധിക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ വളരെ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോഴും ഡീല് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നത് ഒരു തിരിച്ചടിയാണ്. കൂടാതെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പരിശോധിക്കുകയാണെങ്കിൽ ഇക്വിറ്റീസിലായാലും ഡെറ്റിലായാലും ഒക്കെ തന്നെ ഏകദേശം 1.5 ലക്ഷം കോടിക്ക് മുകളിലുള്ള ഒരു സെല്ലിംഗ് ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു.